എപ്പിസോഡ് 25. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇവിടെ പരിഗണിക്കുന്നത് രണ്ട് സന്യാസിമാരുടെ കഥയാണ്. ഈ കഥ കാക്കയുടെയും ആമയുടെയും അറിവിലേക്കായി എലി പറഞ്ഞ കഥയാണ്. ഒരു വനപ്രദേശത്ത് ഒരു സന്യാസി ഒരമ്പലം കെട്ടി പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തി അവിടെ താമസിച്ചിരുന്നു. എല്ലാ ദിവസവും അയാൾ ഭിക്ഷാടനത്തിൽ പോവും. ഭിക്ഷയായി കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ, പ്രത്യേകിച്ച് ചോറ്, ഒരു പാത്രത്തിലാക്കി അയാൾ കൊണ്ടുവരും. അയാൾ അത് അയാളുടെ ആവശ്യാനുസരണം ഭക്ഷിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഒരു പാത്രത്തിലാക്കി ഒരു ആണിയിൽ തൂക്കിയിടും. എന്നിട്ട് കിടന്നുറങ്ങും. അപ്പോൾ നമ്മുടെ എലിയുടെ അനുചരന്മാരും എല്ലാം കറങ്ങി നടന്നിട്ടും ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അനുചരന്മാരിൽ ഒരുത്തൻ പറഞ്ഞു, ഇവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൽ ഒരു സന്യാസിയുണ്ട്. ആ സന്യാസി ചോറ് ഒരു പാത്രത്തിലാക്കി ഒരു ആണിയുമേൽ തൂക്കി വെക്കും. അങ്ങേക്ക് അത് ചാടിയെടുക്കാനുള്ള സാമർഥ്യം ഉണ്ടല്ലോ, ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ നമുക്ക് അവിടെ പോയി അത് എടുത്ത് ഭക്ഷിക്കാം, സസുഖം ജീവിക്കാം. ഇങ്ങനെ പറഞ്ഞ് എലിയെയും മറ്റനുചരന്മാരെയും കൂട്ടി എന്റെ കൂട്ടുകാരൻ എലി അങ്ങോട്ട് നിന്നു. ചെന്നപ്പോൾ പറഞ്ഞ പോലെയല്ല, ശരിയാണ്. ഈ പറയുന്ന ആണിയേൽ തൂക്കി പാത്രം ഇട്ടിട്ടുണ്ട്, അതിൽ ചോറുണ്ട്, സന്യാസി താഴെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ സന്യാസിയുടെ ദിനചര്യ എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഭിക്ഷാടനത്തിന് പോവും. കിട്ടുന്ന ചോറും കറികളൊക്കെ കുറെ പുള്ളി കഴിക്കും, ബാക്കി ഇങ്ങനെ ആണിയിൽ തൂക്കിയിടും. പിറ്റേ ദിവസം രാവിലെ അമ്പലം അടിച്ചു തളിക്കാൻ വരുന്ന ജോലിക്കാർക്ക് അത് കൊടുക്കും. അത് കിട്ടുന്നതുകൊണ്ടാണ് അവർ അടിച്ചു തളിക്കാൻ വരുന്നത്, കിട്ടുന്നില്ലെങ്കിൽ അവർ വരികയില്ല. ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് പോവുകയാണ്. അപ്പൊ ഈ എലി വന്നിട്ട്, എലിയുടെ നേതാവ്, അതായത് നമ്മുടെ കഥാനായകനായ എലി, മറ്റുള്ളവർക്ക് സാധിച്ചില്ലെങ്കിലും ഇയാൾ ചാടിക്കിടന്ന് ആ പാത്രത്തിലെ ചോറ് തിന്നുകയും പിന്നെ സഹചരന്മാർക്ക് കൊടുക്കുകയും ചെയ്തു. ഇതൊരു പതിവായി തീർന്നു. അപ്പോൾ സന്യാസി നോക്കിയപ്പോൾ നേരം വെളുക്കുമ്പോൾ പാത്രത്തിൽ ചോറില്ല, എലി മുഴുവൻ തിന്നേച്ചു പോകുന്നു. ഇതാണ് അവസ്ഥ. അപ്പൊ ഇയാൾ നോക്കിയിട്ട് എലിയെ തുരത്താൻ ഒരു മാർഗവും കണ്ടില്ല. അപ്പൊ അയാളുടെ ഒരു വടി സമ്പാദിച്ചു. കിടക്കാൻ നേരത്ത് ഇയാൾ ആ പാത്രത്തില് ഈ വടി കൊണ്ട് കൊട്ടിക്കൊണ്ടിരിക്കും. ഈ ശബ്ദം കേട്ട് എലി ഓടിപ്പോകും. പക്ഷേ ബുദ്ധിമാനായ നമ്മുടെ എലി ഇതിനിടയ്ക്കൂടെ ചെന്ന് അവന് തിന്നാനുള്ള തിന്നുകയും അപകരിക്കാനുള്ള അപകരിക്കുകയും ചെയ്തു. ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങവേ നമ്മുടെ സന്യാസിയുടെ കൂട്ടുകാരനായ വേറൊരു സന്യാസി അവിടെ വന്നു. അവര് രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു ഉറങ്ങാൻ നേരത്ത് പല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സന്യാസി ഈ പറയുന്ന വടിയെടുത്ത് ഈ പാത്രത്തിൽ തട്ടിക്കൊണ്ടിരുന്നു. മറ്റേയാൾ പറയുന്നത് ശ്രദ്ധിച്ചില്ല. അപ്പൊ അയാൾക്ക് ശുണ്ഠി വന്നു. അയാൾ പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കാതെയും അതിനകത്ത് താല്പര്യമില്ലാതെ ഇരിക്കുകയും അത് ശ്രദ്ധിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന അവഗണനയാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല. നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ ഞാൻ പറയുന്നതിന് ഒരു പ്രാധാന്യം കൊടുക്കാതെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടം വിട്ടുപോവുകയാണ്. അപ്പോൾ ആദ്യത്തെ സന്യാസി പറഞ്ഞു, സുഹൃത്തെ, അങ്ങനെയൊന്നും അല്ല അതിന്റെ കാര്യം. ഇവിടെ മെച്ചം വരുന്ന ചോറ് ഞാൻ ഒരു പാത്രത്തിലാക്കി ആണിയിന്മേൽ തൂക്കിയിടും. ഒരു കള്ള എലി വന്ന് അതെല്ലാം തിന്നിട്ട് പോകും. അപ്പം എലിയെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിൽ ഈ വടി കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാതെ പോകുന്നത്. അല്ലാണ്ട് നിങ്ങളോട് താല്പര്യമില്ലാഞ്ഞിട്ടോ സ്നേഹമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, എന്നോട് അനിഷ്ടം തോന്നരുത്. അപ്പം മറ്റേ സന്യാസി ചോദിച്ചു, ഈ ഇത്ര ഉയരത്തിലിരിക്കുന്ന ഈ പാത്രത്തില് ചാടിക്കടന്ന് അതെടുത്ത് തിന്നിട്ട് പോകാൻ മാത്രം ശേഷിയുള്ള എലി അവൻ ചില്ലറക്കാരനല്ലല്ലോ. അവൻ ഏതെങ്കിലും ഒരു നിധിയുടെ പുറത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് അവൻ ഇത് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം പണത്തിന്റെ ഊഷ്മാവ് കൊണ്ട് മനുഷ്യർക്ക്, പ്രാണികൾക്ക് ശക്തിയും ഓജസ്സും തേജസ്സും പ്രാഗൽഭ്യവും വരും. അതൊരു ലോകതത്വമാണ്. അപ്പൊ ഏതോ ഒരു നിധിയുടെ മുകളിലായിരിക്കും ഇവൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവനിത് ചെയ്യാൻ സാധിക്കുന്നത്. അതല്ലാതെ സാധാരണ ഇരഞ്ഞെടുത്ത് നടക്കുന്ന ഒരു എലിക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അവൻ എവിടെയാണ് വസിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യത്തെ സന്യാസി പറഞ്ഞു, അതെനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത്തെ സന്യാസി പറഞ്ഞു, അതറിയണം. അവന്റെ മാളത്തിൽ ചെന്ന്, അവൻ ഏതോ ഒരു നിധിയുടെ മുകളിലാണ് ഇരിക്കുന്നത്. ആ നിധി കൈക്കലാക്കിയാൽ അവന്റെ ശക്തി, അവന്റെ പ്രാഗൽഭ്യം എല്ലാം കുറയും. അപ്പൊ പിന്നെ അവനെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല.
അങ്ങനെ ഇവർ സംസാരിക്കുന്നത് നമ്മുടെ എലി കേൾക്കാനിടയായി. എന്നിട്ട് സന്യാസി പറഞ്ഞു, അവൻ ഇവിടെ വരുമ്പോൾ ഇന്ന് താങ്കൾ കൊട്ടണ്ട, അവൻ തിന്നിട്ട് പോട്ടെ, പോകുന്ന വഴിക്ക് അവനെ പിന്തുടർന്ന് നമുക്ക് അവൻ്റെ മാളം കണ്ടുപിടിക്കാം, അത് കണ്ടുപിടിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. ഇത് എലി കേൾക്കാൻ ഇടയായി. അവൻ ഈ ചോറൊക്കെ എടുത്തതിന് ശേഷം വേറൊരു വഴിയെ അവൻ്റെ മാളത്തിലേക്ക് പോയി. അവനുണ്ട്, അവൻ്റെ അനുചരന്മാരുണ്ട്. അപ്പൊ ഈ സന്യാസിമാർ ഒരു കൈക്കോട്ടുമെടുത്ത് ഇവനെ പിന്തുടർന്നു. ഇവർ ചെന്നിട്ട് പോകുന്ന വഴി ഒരു പൂച്ചയുടെ മുമ്പിൽ ചെന്നുപെട്ടു. പൂച്ച ആക്രമിക്കുകയും പല എലികളെ കൊല്ലുകയും കുറെ പേരെ മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എലികൾ ചെറിയ ഓടി. ഈ നമ്മുടെ എലിയും ചെറിയ പരിക്ക് പറ്റി. അവനും അവന്റെ മാളത്തിലേക്ക് പോയി. ആ പോകുന്ന വഴിക്ക് ഇവന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇറ്റിറ്റ് വീണിരുന്നു. ആ രക്തം വീണ പാടുകൾ കണ്ട് അതിന്റെ വഴിയെ വന്ന് ഈ സന്യാസിമാർ, ദുഷ്ടരായ ഈ സന്യാസിമാർ എലിയുടെ മാളം കണ്ടുപിടിച്ചു. അവർ കൈക്കോട്ട് കൊണ്ട് എലിയുടെ മാളം കുഴിച്ച് അതിലുള്ള നിധി കണ്ടെടുത്തു. ഈ നിധിക്ക് മുകളിൽ ഇരുന്നുകൊണ്ടാണ് ഈ എലിക്ക് ഇത്രയും ശക്തിയും പ്രതാപവും ഉണ്ടായത്. ഈ നിധി കയ്യിലെടുത്ത് രണ്ടാമത്തെ സന്യാസി പറഞ്ഞു, ഇനി ഒന്നും പേടിക്കണ്ട, നമുക്ക് തിരിച്ചു പോകാം, എലിയുടെ വഴിക്ക് പോയിക്കോളും എന്ന് പറഞ്ഞ് അവരവരുടെ ഗ്രഹത്തിലേക്ക് പോയി. പിറ്റേ ദിവസം അപ്പം അനുചരന്മാർ ചെതറിപ്പോയി, ചിലർ ചത്തുപോയി, ചിലരെ പൂച്ച പിടിച്ചു, ചിലർ മുറിവേറ്റ് വീണു, അനുചരന്മാരില്ലാതായി. എലി സന്യാസിയുടെ സങ്കേതത്തിലെത്തി. അപ്പോ ആദ്യത്തെ സന്യാസി എലി വരുന്നത് കണ്ടു, അടിക്കാനായിട്ട് വടിയെടുത്തു. അപ്പോൾ രണ്ടാമത്തെ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അടിക്കൊന്നും വേണ്ട, ഇനി അവന് ചാടി കയറി അതെടുക്കാനുള്ള ശേഷി ഒന്നുമില്ല. അപ്പോ എലി വന്ന് ചാടിയെങ്കിലും അവന് ഈ ഉറിയയിലിരിക്കുന്ന ഈ പാത്രത്തിന്മേൽ എത്താൻ പറ്റിയില്ല. ഇവന് പല പ്രാവശ്യം ശ്രമിച്ചിട്ടും അവന് സാധിച്ചില്ല. അവന് ആ പരിശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ മറ്റേ സന്യാസി പറയുന്നവൻ കേട്ടു, പണമാണ്, ധനമാണ് മനുഷ്യന് ശക്തിയും തേജസ്സും ബലവും പാണ്ഡിത്യവും അറിവും ഒക്കെ നൽകുന്നത്. പണമുള്ളവനാണ് വാശിയും വൈരാഗ്യവും, അവന്റെ പണത്തിളപ്പ് കൊണ്ടാണ് അവൻ മറ്റുള്ളവരോട് മത്സരിക്കുകയും മറ്റുള്ളവരെ തോൽപ്പിക്കുകയും ചെയ്യുന്നത്. പണം നഷ്ടപ്പെട്ടു പോകുന്ന പുരുഷൻ മതമില്ലാത്ത ആന പോലെയും വിഷപ്പല്ലില്ലാത്ത പാമ്പ് പോലെയാണ്. ദാരിദ്ര്യമാണ് എല്ലാ ദുഃഖത്തിനേക്കാളും ഏറ്റവും വലിയ ദുഃഖം. പണം നഷ്ടപ്പെട്ടവന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ മാത്രമില്ല, അവന് മരണമാണ് അതിലും ഭേദം. ബന്ധുക്കൾ ഉപേക്ഷിച്ച് പോവും, സ്വന്തക്കാർ ഉപേക്ഷിച്ച് പോവും, ചങ്ങാതിമാരെ ബന്ധം പുലർത്തി പോവും. അവൻ ആരും കാണുകയില്ല, ഒന്നും കാണുകയില്ല, അവനൊരു ഐശ്വര്യം ഉണ്ടാകുകയില്ല, അവന്റെ ശ്രേയസ്സും അവന്റെ സാമർഥ്യവും എല്ലാം അവന് പോയി പോവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് അനുഭവിച്ചേ പറ്റൂ. മനുഷ്യന് കിട്ടാനുള്ളത് കിട്ടാതിരിക്കുകയില്ല, അത് വഴിയിൽ തങ്ങിയില്ല. അങ്ങനെ ഒരു കഥ കേട്ടിട്ടില്ലേ? അപ്പോൾ ആമ ചോദിച്ചു, ആ കഥ എന്താണ്? ആമയുടെയും കാക്കയുടെയും ആവശ്യപ്രകാരം എലി അടുത്ത കഥ പറഞ്ഞു. ആ കഥ നമുക്ക് സുഹൃത്തുക്കളെ അടുത്ത ദിവസം ശ്രമിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു, ഓൾ ഓഫ് യു.